ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ നാഷണൽ മീഡിയ സെൻ്ററിലേക്ക് ഫോറിൻ സെക്രട്ടറി എത്തുമ്പോൾ ഇത്തവണ 2 താരങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ ആ 2 താരങ്ങൾ, ഒന്ന് കേണൽ സോഫിയ ഖുറേഷിയും മറ്റേത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. മീഡിയ സെൻ്ററിൽ വിവിധ തീവ്രവാദി ആക്രമണങ്ങളെക്കുറിച്ച് 25 മിനിറ്റ് വീഡിയോ പ്രസൻറ്റേഷന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ എന്ന മനോഹരമായ ബോർഡ് തെളിഞ്ഞു വന്നു. ആദ്യമായി കാര്യങ്ങൾ ഹിന്ദിയിൽ വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുറേഷിയാണ്. തുടർന്ന് വ്യോമിക സിംഗ് ഇംഗ്ലീഷിലും വിശദീകരിച്ചു. मैं कर्नल सोफिया कुरैशी और मेरे साथ विंग कमांडर व्योमिका सिंह आज आपको 6 से 7 मई 2025 की रात 1:05 से 1:30 बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे. ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था. इस कार्रवाई में 9 टेररिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया. पाकिस्तान में पिछले 3 दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा है. इसमें रिक्रूटमेंट, इंडॉक्ट्रिनेशन सेंटर्स, ट्रेनिंग एरियाज व लॉन्च पैड शामिल थे, जो पाकिस्तान और पाक अधिकृत जम्मू कश्मीर POJK Pahalgam terror attack and their families. 9 terrorist camps were targeted and successfully destroyed. Over the last 3 decades, Pakistan has systematically built terror infrastructure. വഡോദരയിലെ തൻ്റെ വീട്ടിൽ ഈ വാർത്താ സമ്മേളനം ശ്വാസമടക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സോഫിയ ഖുറേഷിയുടെ കുടുംബാംഗങ്ങൾ. മാധ്യമങ്ങളോട് സോഫിയ ഖുറേഷിയുടെ പിതാവ് താജ് ഇബ്രാഹിം പറഞ്ഞത്, ആദ്യം നമ്മൾ ഇന്ത്യക്കാരും പിന്നീട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആണെന്നാണ്. തനിക്ക് തൻ്റെ മകളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു എന്നാണ് സോഫിയ ഖുറേഷിയുടെ പിതാവ് പറഞ്ഞത്. സിന്ദൂരം നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ ആ വേദന തിരിച്ചറിയാൻ കഴിയൂ. പഹൽഗാമിന് തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. പത്രസമ്മേളനത്തിന് ശേഷം ഞങ്ങൾ സോഫിയയെ വിളിച്ചപ്പോൾ അവൾ അത്ഭുതത്തോടു കൂടി നിങ്ങൾ കണ്ടിരുന്നോ എന്ന് മാത്രം ചോദിച്ചു. വാർത്താ സമ്മേളനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവളെ ഫോൺ ചെയ്തപ്പോൾ പോലും ഈ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് അവൾ സൂചിപ്പിച്ചില്ല. അതാണ് പട്ടാള അച്ചടക്കം. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് 6ാം ക്ലാസ്സിൽ തന്നെ ഒരു പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച കൊച്ചു പെൺകുട്ടിയായിരുന്നു. യുറേക്ക സമയത്ത് അവർ 6ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരുന്നു. 2 വർഷം മുമ്പ് ഒരു ടെലിവിഷൻ പരിപാടിക്ക് അവരോട് തൻ്റെ പേര് വ്യോമിക എന്നത് ഓർമ്മപ്പെടുത്തി. ആകാശത്തിൻ്റെ ഉടമ എന്നല്ലേ പേരിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോൾ അന്ന് മുതലാണ് അവർ ഒരു പൈലറ്റ് ആവാൻ ശ്രമിച്ചു തുടങ്ങിയത്. ഇപ്പോൾ രാജ്യം ബഹുമാനിക്കുന്ന ഒരു പൈലറ്റായി അവർ മാറി. സോഫിയ ഖുറേഷിക്ക് 2016 ഒരു പ്രധാന ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ കരസേനയുടെ ഒരു സംഘത്തെ നയിച്ച ആദ്യത്തെ വനിതാ ഓഫീസർ എന്ന ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യൻ സേനയിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന സോഫിയ ഖുറേഷി ആസിയാൻ പ്ലസ് രാജ്യങ്ങളിൽ നിന്നുള്ള 40 അംഗ സേനയുടെ അഭ്യാസ പ്രകടനത്തിന് അവരാണ് നേതൃത്വം നൽകിയത്. 2006 കോങ്കോയിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സമാധാന സേനയിലും അവർ 6 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഇന്ത്യൻ സേനയുടെ ദക്ഷിണ മേഖല കമാൻഡറായിരുന്ന, പിന്നീട് ഇന്ത്യൻ ആർമി ചീഫ് ആയിരുന്ന, അതിനുശേഷം ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ ബിപിൻ റാവത്ത് സോഫിയ ഖുറേഷിയുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിച്ചിരുന്നു. അന്ന് ബിപിൻ റാവത്ത് ഇങ്ങനെ പറഞ്ഞു, സൈന്യത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, പക്ഷേ സോഫിയ ഖുറേഷിയെ തിരഞ്ഞെടുത്തത് ഒരു വനിത ആയതുകൊണ്ട് അല്ല, മറിച്ച് അവർക്ക് ഏത് ചുമതലയും തോളിലേറ്റാനുള്ള കഴിവുണ്ട് എന്നതിനാലാണ്. സേനയിൽ ലിംഗനീതിക്ക് നിർദ്ദേശിച്ചുകൊണ്ടുള്ള 2020 സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയിൽ സുപ്രീം കോടതി എടുത്തു പറഞ്ഞ കരുത്തുറ്റ 11 വനിതാ ഓഫീസർമാരിൽ ഒരാൾ സോഫിയ ഖുറേഷിയായിരുന്നു. ബയോകെമിസ്ട്രിയിൽ ബിരുദമുള്ള സോഫിയ ഖുറേഷി ഒരു പട്ടാള പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. Not only that, my great grandmother, she was with the Rani Lakshmi Bai. She was a woman warrior. It runs in the family. That was one of the reasons my mother wanted either of us, because we are 2 sisters. She wanted, she's in NCC, she's joining. Would you like to join? I said, if I'm getting an opportunity, I would like to. So I applied for it and got it. And my grandfather, he used to say, he was also in the army, he used to say, Vayam Rashtre Jagryam. It's our responsibility of every citizen to be alert and stand up
for our country and defend the nation. It's a dignified and honorable job. There you are. ഹെലികോപ്റ്റർ പൈലറ്റായ കമാൻഡർ വ്യോമിക സിംഗ് 2004 ഡിസംബർ 18 ഇന്ത്യൻ എയർഫോഴ്സിൽ താൽക്കാലികമായി ജോലിക്ക് ചേർന്നത്. 2017 ഡിസംബർ 18 ആയപ്പോഴേക്കും അവർ കമാൻഡറായി ഉയർത്തപ്പെട്ടു. ചേതക്, ചീറ്റ ഹെലികോപ്റ്ററുകളിലായി ഇതേവരെ 2500 മണിക്കൂർ, അതും ദുർഘടമായ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹെലികോപ്റ്റർ പറത്തിയ പാരമ്പര്യം അവർക്കുണ്ട്. 2021 ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മണിറാം കൊടുമുടി അവർ കയറിയിട്ടുണ്ട്. സോഫിയ ഖുറേഷിയുടെ നേട്ടങ്ങളെക്കുറിച്ച് അവരുടെ ഇരട്ട സഹോദരിയായ ഷൈന പറയുന്നത്, താനും NCCയിൽ പ്രവർത്തിച്ച് പട്ടാളത്തിൽ ചേരാൻ ഏറെ കഠിനാധ്വാനം ചെയ്തിരുന്നുവെങ്കിലും തനിക്ക് സ്വപ്നം നടക്കാതെ പോയ ദുഃഖം ഏറെക്കാലം കൂടെയുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ തൻ്റെ സഹോദരി ഈ യൂണിഫോമിൽ ഉന്നതങ്ങൾ കയറുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു. അവൾക്ക് അമേരിക്കയിൽ നിന്നടക്കം വലിയ സാമ്പത്തിക നേട്ടമുള്ള ഓഫറുകൾ വന്നിരുന്നു. പക്ഷേ അവൾ ഇന്ത്യൻ സേനയിൽ ചേരാനും അവിടെ പ്രവർത്തിക്കാനുമായിരുന്നു താല്പര്യം പ്രകടിപ്പിച്ചത്. DRDOയിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനൊപ്പം പ്രവർത്തിക്കാൻ അവൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. സോഫിയയുടെ കുടുംബത്തോടൊപ്പം വഡോദരയിൽ അവർ പഠിച്ച MS യൂണിവേഴ്സിറ്റി കോളേജും അഭിമാന മുഹൂർത്തത്തിലാണ്. നാടും നാട്ടുകാരും സോഫിയയെ ഓർത്ത് അഭിമാനിക്കുന്നു. നന്ദി, നമസ്കാരം.